നല്ല പടം നല്ല മേക്കിംഗ് അടിപൊളി ഉറപ്പായും സൂപ്പറായിരുന്നു. നല്ല മൂവി അടിപൊളിയായിരുന്നു. അസലോയർ നല്ലൊരു സിനിമ. അതെ നല്ല. അയ്യോ എല്ലാ ലാംഗ്വേജും തൂക്കിക്കൊണ്ട് പോവും. അജയ് ദേവ്ഗനൊക്കെ അങ്ങ് കാത്തിരിക്കുമായിരിക്കും എപ്പോഴാന്ന് കണ്ടിട്ട് ഇതിന്റെ റീമേക്ക് ചെയ്യുന്നതെന്ന്. കാരണം എല്ലാം തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും എല്ലാ പടത്തിലും റീമേക്കും ചെയ്യും. എല്ലാ ലാംഗ്വേജസും ഹിറ്റും ആകും. കൊറിയയിലും അതും ഇതെല്ലാം ആകും. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നിമിഷം പോലും നമുക്ക് കണ്ണടയ്ക്കാൻ സമയമില്ല. മീൻസ് ഒരു സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നമ്മളിങ്ങനെ ആകാംക്ഷയായിട്ട് ഫുൾ പടം കണ്ടോണ്ടിരിക്കുക. ഭയങ്കര രസമുണ്ട് പടം. ലാലേട്ടൻ നമ്മൾ വിന്റർ ലാലേട്ടൻ ഒരു ഗിമ്മിക്കും ഇല്ലാത്ത ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ, മാസ് അല്ലാത്ത ഒരു ലാലേട്ടൻ. അത് കണ്ടു. പുള്ളിക്കാരൻ സംസാരിക്കാതെ എല്ലാം അങ്ങ് സംസാരിച്ചു പോകുന്ന പോലെ പുള്ളിക്കാരൻ നോട്ടം ഇതെല്ലാം എനിക്ക് ഒത്തിരി, അതായത് ഉമ്മ വെക്കാൻ തോന്നുന്നു ലാലേട്ടനെ. വേറെ ലെവലാണ്. നമുക്ക് മീൻസ് അതായത് എല്ലാ ഒരു ഇൻഡസ്ട്രി ഹിറ്റും ആകും. എല്ലാ ലാംഗ്വേജസിലും റീമേക്ക് ആകും. ഇതിന്റെ റീമേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. ദൃശ്യം 2 എങ്ങനെ ഒരു വേറെ ലെവലായിട്ട് ഒരു ഇൻഡസ്ട്രി, എല്ലാ ഇൻഡസ്ട്രിയും ചേഞ്ച് ചെയ്ത പടം പോലെ ഇത് ആയി വരും തീർച്ചയായിട്ടും. സിനിമ വളരെ ഇപ്പോഴും ആ സിനിമയുടെ അത് പോയിട്ടില്ല. അത്രയ്ക്ക് ആ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ്. ജസ്റ്റ് ഇപ്പോഴത്തെ വന്ന പടങ്ങളെ പോലെ കണ്ട് മറന്നു പോകുന്നതല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് വളരെ കൺവിൻസിംഗ് ആണ്. കോർട്ട് റൂം ഡ്രാമ എന്നുള്ള പേരിനോട് പൂർണ്ണമായിട്ടും ജസ്റ്റിസ് പുലർത്തിയിട്ടുള്ള സിനിമയാണ്. നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ഒരു അതിമാനുഷിക കോർട്ട് രംഗങ്ങളല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു പേഴ്സണൽ ലോയറാണ്, സോ എനിക്ക് കണ്ടപ്പോൾ അത്രയ്ക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ മൂവിക്ക് ഒരു യൂണിവേഴ്സൽ പ്ലോട്ടാണ്. അതുപോലെ തന്നെ വളരെയധികം ഇനിയും വരുന്ന ദിവസങ്ങളിൽ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര മസ്റ്റ് വാച്ച് ആണ്. ടെസ്റ്റുകൾ ലാലേട്ടന്റെ പെർഫോമൻസ് കറക്റ്റ് ഒരു ലോയറിന്റെ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി കളറെ ഒട്ടും ഇതല്ലാതെ ആ ഒരു കൂൾനെസ് കാംനെസ് കളയാതെ പെരുമാറുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ആ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. നല്ല സിനിമയായിരുന്നു. സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. നല്ല സിനിമ. ലാലേട്ടൻ ഹീസ് ബാക്ക് എന്ന് പറഞ്ഞ പോലെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ, ഇതൊരു ലോയറും മറ്റേതൊരു അച്ഛന്റെ ഇമോഷനും അല്ലേ. എന്തായാലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. ഇപ്പൊ നടക്കണത് ഇതാണല്ലോ, നമ്മുടെ സിസ്റ്റത്തിന്റെ ഇതിന്റെ, അതായത് ആ ലോയിന്റെ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ സിനിമയിലൂടെ